ലൈവിനകത്ത് ആ ഒരു ടാസ്ക് അവസാനിച്ചായിരുന്നു കേട്ടോ. 250 പോയിന്റുകൾ മാത്രമേ അവർക്ക് ഈ ഒരാഴ്ച ലഭിക്കുകയുള്ളൂ. ബാക്കി പോയിന്റുകളെല്ലാം നഷ്ടമായി. ഇത് നഷ്ടമായതിന്റെ പഴി അനീഷിനാണ് അപ്പാനിഷർത്ത് അക്ബർ സഖ്യം ഇട്ടിരിക്കുന്നത്. അക്ബർ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചാണ് അനീഷിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തത്. പില്ലോ എടുത്ത് അനീഷിന്റെ മുകളിലേക്ക് എറിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ആ ഒരു ലിവിംഗ് റൂമിൽ വെച്ചിട്ട് പില്ലോ എടുത്ത് നല്ല ഹാർഡായിട്ട് തന്നെയാണ് എറിഞ്ഞത്. അനീഷ് തട്ടി മാറിയില്ലായിരുന്നെങ്കിൽ അത് അനീഷിനെ കൊണ്ടേനെ. അവിടെ പറയാൻ പാടില്ലാത്ത അത്രയും നിർത്തിയിട്ട് ഒരു തെറി അക്ബർ അനീഷിനെ വിളിച്ചു. അത് പിന്നീട് പണിയാവുമെന്ന് കണ്ട് പുല്ലേ എന്നാക്കുന്നുണ്ട് അക്ബർ. ഞാൻ കൃത്യമായിട്ട് കേട്ടതാണ് അക്ബർ എന്താണ് വിളിച്ചതെന്നുള്ളത്. അതിവിടെ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഓക്കെ, അത് വേറെ കാര്യം. എന്നിട്ട് ഇവര് രണ്ടുപേരെയും കൂടി ലിറ്ററലി വട്ടം കൂടി നിന്ന് അയാളുടെ പേഴ്സണൽ സ്പേസ് ഇൻട്രൂഡ് ചെയ്ത് ചെന്ന് ആക്രമിക്കുന്ന പോലെയൊക്കെ അക്ബറും അപ്പാനിയും പെരുമാറുന്നുണ്ട്. തനി ഗുണ്ടകളുടെ സ്വഭാവം കാണിക്കുന്നുണ്ട് അവിടെ. അവരുടെ ഒരു അഗ്രഷനൊക്കെ കാണേണ്ടത് തന്നെയായിരുന്നു. ഇപ്പോ തല്ലി പുറത്തേക്ക് പോകുമെന്ന് കരുതിയ ലെവലിലേക്കുള്ള ആ ഒരു വയലൻസ് ആയിരുന്നു അവരുടേത്. അനീഷ് എന്ന മത്സരാർത്ഥിയോട് ഒരൊറ്റ തവണയാണ് ബിഗ് ബോസ് ആ ഒരു ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ട് പറഞ്ഞത്, സംസാരിക്കുക എന്നുള്ളൊരു രീതിയിൽ. അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അനീഷിനോട്. റൂൾസ് ലംഘിച്ചാണ് അനീഷ് കളിച്ചത് എന്നുണ്ടെങ്കിൽ അനീഷിനെ ടാസ്കിൽ നിന്നും ബിഗ് ബോസ് പുറത്താക്കിയേനെ. അങ്ങനെയൊന്നും ബിഗ് ബോസ് ചെയ്തില്ല. ഈ ഒരു ടാസ്ക് റദ്ദാവാൻ കാരണം ആര്യനും ജിസേലും തന്നെയാണ്. കാരണം അവർക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനകത്ത്. ആര്യൻ അപ്പം വെച്ച ഡീല് എന്നെ ഇനി മേലാൽ നോമിനേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. അവിടെ ആര്യൻ അച്ഛന്റെ കാര്യമോ ഒന്നും പുള്ളി ഓർത്തില്ല. ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അനീഷ് അവിടെ കളിച്ച ഒരു മാരക ഗെയിമാണ്. ആര്യൻ ജിസേൽ സഖ്യം ഒരിക്കലും അനീഷിനെ കൊണ്ട് ആ ഒരു ജ്യൂസ് എടുപ്പിക്കില്ല. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സംഭവം അനീഷിനെ കൊണ്ട് എടുപ്പിക്കത്തില്ല. കാരണം അതാണ് അവരുടെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. അവിടെ പുള്ളി കളിച്ചത് സ്വയം പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു ഗെയിമാണ്. ബിഗ് ബോസുമായിട്ട് ഗെയിം കളിച്ച് അനീഷ് ഈ ഒരു ഗെയിം ജയിച്ചു എന്ന് പറഞ്ഞാലും ഹൗസിനകത്ത് അനീഷിനെതിരായി വീട്ടുകാർ മുഴുവനും കഴിഞ്ഞ ആഴ്ച കൊണ്ട് തീർന്നു എന്ന് കരുതിയ അനീഷിന്റെ ആ ഒരു ഗെയിമിലേക്ക് പുള്ളി തിരിച്ചു വന്നിരിക്കുകയാണ്. പിന്നെ ഈ ആര്യൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് ഡേ 1 മുതൽ ബാഡ്ജ് ഉണ്ട്. സ്വന്തം വസ്ത്രം ഇട്ടുകൊണ്ടാണ് പുള്ളി നടക്കുന്നത്. ഭക്ഷണത്തിന്റെ ഒരു കുറവ് മാത്രമേ ആര്യൻ ആ ഹൗസിൽ ഉണ്ടായിട്ടുള്ളൂ. അവിടെയുള്ള മറ്റുള്ളവരുടെ എല്ലാവരുടെയും കാര്യം ഇതേപോലെ അല്ല. പ്രത്യേകിച്ച് അനീഷിന്റെ ടാസ്ക് റദ്ദാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിൽ അനീഷിന്റെ മൗനം ഒരു റീസണേ അല്ല. ഷോ തീരുന്നത് വരെ മിണ്ടാതിരിക്കണം എന്നൊരു വലിയ ടാസ്ക് ആണ് പുള്ളി ഏറ്റെടുത്തത്. അത് ടാസ്ക് തീരുന്നത് വരെയെങ്കിലും അനീഷ് നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താണെന്നേ, ഫോക്കസ് ഷിഫ്റ്റ് ആയ മൊത്തത്തിൽ. എല്ലാവരും പിന്തുണച്ചകത്തേക്ക് വിട്ട അനീഷ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വീണ്ടും ഗ്രൂപ്പുകളുടെ എല്ലാം ശത്രുവായിട്ട് മാറി. ഇതിനൊന്നും അല്ല ബിഗ് ബോസ് ലെവൽ ഗെയിം എന്ന് പറയുന്നതെങ്കിൽ വേറെ എന്തിനെയാണ് ബിഗ് ബോസ് ലെവൽ ഗെയിം എന്ന് നമ്മൾ പറയുന്നത്? ഇതാണ് നല്ല പ്രോപ്പർ പക്ക ബിഗ് ബോസ് ലെവൽ ഗെയിം. പിന്നെ അക്ബർ അനീഷിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്നുള്ളത് ലൈവ് അന്നപ്പം കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും തന്നെ കണ്ടതാണ്. നൂറൊക്കെ പേടിച്ച് നിൽക്കുന്ന, വരണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇവരുടെ ഒരു ഗുണ്ടായിസം കണ്ടിട്ട് ശരിക്കും ഫിസിക്കൽ അസോൾട്ട് ആയിട്ട് തന്നെ ഇതിനെ കണക്കാക്കാവുന്നതാണ്. അക്ബർ അത്രയും ദേഷ്യത്തോടെയാണ്, അത്രയും അട്രോഷ്യസ് ആയിട്ടാണ് പെരുമാറിയതെന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.